കാലം ആ ഒരു സമരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദിശാസന്ധി സ്വാശ്രയ വിഷയം ഇപ്പം മറ്റു പല വിഷയങ്ങളും പതിറ്റാണ്ടിലധികം എങ്ങനെ സഖാവ് പുഷ്പന് ഇങ്ങനെയുള്ള ഒരു വലിയ ആഘാതമേറ്റ ആ വലിയ പ്രക്ഷോഭത്തിൽ അതിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങളെല്ലാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന് യുവജന പ്രസ്ഥാനത്തിലേക്ക് വന്ന ആ സമയത്താണ് ഈ പ്രക്ഷോഭം വരുന്നത്. അന്ന് സഖാവ് രാജീവനും ബാബുവും ഷിബുലാലും റോഷനും മധുവും ഒക്കെ രക്തസാക്ഷികളാവുകയും പുഷ്പന് രക്തസാക്ഷിത്വത്തോടൊപ്പം നിൽക്കുന്ന വലിയ മാരകമായ പരിക്കേൽക്കുകയും ഈ അവസ്ഥയിലാവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം സഖാവ് പുഷ്പൻ നമ്മൾ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയും നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വിശേഷിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആളുകളും നിരന്തരം പുഷ്പനെ പോവുകയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അദ്ദേഹം ലോകത്തിലുള്ള നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവങ്ങൾ, സാമൂഹ്യമായ ചലനങ്ങളൊക്കെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. പുഷ്പനെ സന്ദർശിക്കുമ്പോൾ പുഷ്പനുമായിട്ട് സംസാരിക്കുന്ന സമയത്തെല്ലാം ഒരു പുതിയ ഊർജ്ജമായിട്ടാണ് ആൾക്കാർ വരിക. നമ്മളെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു സാന്നിധ്യമായിരിക്കും എല്ലാ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിശേഷിച്ച് യുവ സമൂഹത്തിന് ഒരു പ്രതീക്ഷയും ആവേശവും ഒക്കെ നൽകുന്ന ഒരു സാന്നിധ്യമാണ്. അതാണ് ഇല്ലാതായത്. അത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ സഹനം എന്ന് പറയുന്നത് അദ്ദേഹം ഈ 10-30 വർഷക്കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങളുണ്ടല്ലോ ഈ പരിക്കേരത്തോടെ പൂർണ്ണമായിട്ടും കിടപ്പായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു വലിയൊരു ആത്മവിശ്വാസത്തോടെ തന്നെ കാണാൻ വരുന്ന ആളുകൾക്ക്, പുതിയ തലമുറയിലെ ആളുകൾക്ക് ഇങ്ങനെയായതിന് നിരാശയല്ല, ആത്മവിശ്വാസവും പ്രതീക്ഷയും പകർന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവങ്ങളും മറ്റൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും പ്രതീക്ഷ നൽകുന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഒരിക്കലും ഇതിലൊരു നിരാശനായ പുഷ്പനെ അല്ല നമ്മൾ കണ്ടത്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ഒരു വിപ്ലവകാരിക്ക് ഒത്തിണങ്ങും വിധത്തിലുള്ള ആത്മവിശ്വാസവും അതുപോലെ നിലപാടുകളും അദ്ദേഹം ജീവിതാന്ത്യം വരെ പുലർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവിടെ വന്ന സമയത്ത് പോലും, വന്നതിന് ശേഷമാണല്ലോ ഈ അൺകോൺഷ്യസ് ആയ സാഹചര്യത്തിലേക്ക് വരുന്നത്, ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, പുഷ്പൻ ഇല്ലാതാവുന്ന അതൊരു ഒരു ഒരു വ്യക്തി മാത്രമല്ല, അത് പുഷ്പൻ തന്നെ സ്വയം ഒരു പ്രസ്ഥാനമായി മാറി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പുരോഗമന യുവജന വിദ്യാർത്ഥി എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഊർജം പകരുന്ന ഒരു സാന്നിധ്യമായി അദ്ദേഹം തന്നെ ഒരു സ്വയം പ്രസ്ഥാനമായി വികസിച്ചു വരുന്ന നിലയാണുള്ളത്. അപ്പം അതാണ്, അതുകൊണ്ട് അത് പുഷ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഇല്ലാതാവൽ മാത്രമല്ല ഇവിടെ സംഭവിച്ചത്. അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഊർജം പ്രസരിപ്പിച്ച ഒരു വിപ്ലവ സാന്നിധ്യം ഇല്ലാതാവുന്നു എന്നതാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ഊർജം പ്രസരിപ്പിച്ചിരുന്ന ഒരു വിപ്ലവ സാന്നിധ്യം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുക. കാരണം രക്തസാക്ഷികളാണ് എക്കാലത്തും ആ പാർട്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളായി കരുതുക. അതിൽ തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറുക എന്നത് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അങ്ങേ തലത്തിൽ നിന്നുള്ള ഒരു സഹനം തന്നെയാണ്. അപ്പോഴും തൻ്റെ അനാരോഗ്യ സ്ഥിതിയിലും ആ പാർട്ടിയെ തള്ളിപ്പറയുന്നതിനോ അല്ലെങ്കിൽ വിപ്ലവം പരാജയപ്പെട്ടെന്നോ അല്ലെങ്കിൽ ആ സമരം പരാജയപ്പെട്ടെന്നോ എന്നോ ഒരു കാലത്തും പുഷ്പൻ്റെ ഭാഗത്തു നിന്നും ഒരു പരാമർശങ്ങളും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും